ഇത് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പിലുള്ള ജോജിയസ്. കോഴിക്കോട് നഗരത്തിലെ സെയിൻറ് ജോസഫ് ബോയ്സ് സ്കൂളിലെ അധ്യാപകനായ ഇദ്ദേഹം ഇന്ന് തിരുസഭയ്ക്ക് പരിചിതമായ ശൈലിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി വചനപ്രഘോഷണം നടത്തുന്നു. 2003 എനിക്ക് അവിചാരിതമായ ഒരു അസുഖം ഉണ്ടായി. അങ്ങനെ ഏകദേശം ഒരു 3 മാസത്തോളം ആശുപത്രി കിടക്കേണ്ട ഒരവസ്ഥയുണ്ടായി. അന്ന് ഒത്തിരി നിരാശയും വിഷമങ്ങളും എനിക്കുണ്ടായി. പക്ഷെ അന്ന് ഒരു സഹോദരനിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ ആ സ്നേഹം, ആ ആശ്വാസം അനുഭവിക്കാൻ സാധിച്ചു. ആ സഹോദരൻ ദിവസവും എന്നെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹം ജെറമ്യായുടെ ഒരു വചനം എന്നെ പറഞ്ഞ് നിരന്തരം കേൾപ്പിക്കുമായിരുന്നു. അത് ഇതായിരുന്നു: മാഷേ, താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനല്ല, മേന്മയ്ക്കാണ്, ശുഭകരമായ പദ്ധതി. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ദിവസങ്ങളോളം. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് ദൈവവചനത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കി. അത് സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളെ തകർക്കുന്നതുമാണ്. ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ മാംസം ധരിക്കാൻ തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ രോഗത്തിന് ആശ്വാസം ലഭിച്ചു. അങ്ങനെ കുളത്തുവയിലെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അവിടെ വെച്ച് കർത്താവിനെ കൂടുതൽ അനുഭവിച്ചറിയുവാനും കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും കർത്താവ് എനിക്ക് കൃപ തരുന്നു. എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അനുഭവിച്ച കർത്താവിൻ്റെ സ്നേഹം സകല മനുഷ്യരാശിയിലും എത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഏതവസ്ഥയായാലും, അനുകൂലമായും പ്രതികൂലമായാലും യേശുവിനെ പ്രഘോഷിക്കുക അതെൻ്റെ ദൗത്യമാണ്, എൻ്റെ കടമയാണ്. But